കരാർ തൊഴിലാളികളുടെ പണിമുടക്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഗേജ് കാർഗോ നീക്കത്തിന് കാലതാമസം. രാജ്യാന്തര സർവീസുകൾ 40 മിനിറ്റിലധികം വൈകുന്നു. കയറ്റി അയക്കേണ്ടിയിരുന്ന 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ്. കരാർ തൊഴിലാളികൾ ഇന്നലെ രാത്രിയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ആരംഭിച്ചത്. നൃപൻ ചക്രവർത്തി ഇപ്പോൾ വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൃപൻ, ഇന്നലെ രാത്രി ആരംഭിച്ച സമരമാണ്. ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനം അറിയാതെ ഈ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാടാണോ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സമരക്കാർ? തീർച്ചയായും കാവ്യ, ഇന്നലെ രാത്രി 10 മണിക്കാണ് സമരം ആരംഭിച്ചത്. ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. സംയുക്ത സമരസമിതിയാണ് ഈ സമരം പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കരാർ ജീവനക്കാരാണ്. നേരത്തെ കാവ്യ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ കാർഗോ നീക്കം 20 ടണ്ണിൽ അധികം വരുന്ന പഴവർഗ്ഗങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നതാണ്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് സാക്സിലെ കരാർ ജീവനക്കാരാണ്. അവർ സർവീസ് നടത്തുന്ന ഫ്ലൈറ്റുകളിലെല്ലാം സമാനമായ ഡിലേ ഉണ്ട്. രാവിലത്തെ സർവീസുകളിലാണ് ഇത് അധികം ബാധിച്ചത് എന്ന് പറയാം. കാരണം രാവിലെ ഇത് പകര സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി അധികൃതർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ കാർഗോ എയർപോർട്ടിലേക്ക് വിമാനം എത്തിച്ചേർന്നിരുന്നാൽ തന്നെയും ഈ കാർഗോ അവരുടെ ലഗേജുകൾ പുറത്തെത്തുന്നതിനുള്ള സർവീസിൻ്റെ സമയം കാലതാമസം രാവിലെ ഉണ്ടായ ഫ്ലൈറ്റുകളെല്ലാം നേരിട്ടു. പക്ഷേ അതിനുശേഷം താൽക്കാലിക ജീവനക്കാരെയും ഒപ്പം തന്നെ ഈ ട്രെയിനി ജീവനക്കാരെ ഉൾപ്പെടുത്തി രണ്ടാമത് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടി വന്ന ഈ ഭക്ഷ്യസ്ഥാനങ്ങളുടെ കാർഗോ നീക്കം പൂർണ്ണമായി തടസ്സപ്പെട്ടു എന്നതാണ്. ഇന്നലെ രാത്രി മുതൽ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടി വന്നിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അവ പ്രധാനമായും എയർ ഇന്ത്യ എക്സ്പ്രസ്, മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് വിമാനം തുടങ്ങിയ കാർഗോ സെക്ഷനുകളിലാണ് വലിയ തരത്തിലുള്ള ഇത് കെട്ടിക്കിടക്കുന്ന അവസ്ഥയുള്ളത്. ഈ താൽക്കാലികമായി യാത്രക്കാർ എത്തുമ്പോൾ അവരുടെ ലഗേജുകൾ എത്തിക്കുന്നതിനുള്ള കാലതാമസം ഇപ്പോൾ നീങ്ങിയെന്ന് പറയാം. വിമാന സർവീസുകളെയോ മറ്റു കാര്യങ്ങളെയോ ബാധിച്ചിട്ടില്ല. കാവ്യ സൂചിപ്പിച്ചതുപോലെ ഈ കാർഗോ സർവീസ് പൂർണ്ണമായും അത് ലഗേജ് മുഴുവൻ പുറത്തിറക്കിയ ശേഷം മാത്രമേ അടുത്ത എയർപോർട്ടിൽ നിന്ന് അടുത്ത ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ കാലതാമസം ഏകദേശം 40 മിനിറ്റോളം ഓരോ വിമാനത്തിനും ഉണ്ടായി എന്നതാണ്. അത് പുലർച്ചെ മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇനിയുള്ള പ്രശ്നമെന്ന് പറയുന്നത് കാർഗോ സർവീസ് പുനഃസ്ഥാപിക്കാനാകണം. ഒപ്പം തന്നെ ഈ ലഗേജുകൾ സമയത്തിന്, ഈ കരാർ ജീവനക്കാരുടെ സമരം കാരണം ലഗേജുകൾ സമയത്ത് യാത്രക്കാർക്ക് എത്തുകയും വേണം. അത് രണ്ട് കാര്യങ്ങളിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. സമരക്കാർ പറയുന്നത് കഴിഞ്ഞ 5 മാസക്കാലമായി ഇവരുടെ ശമ്പള വർധനവ് സംബന്ധിച്ചും ബോണസ്, മറ്റ് അലവൻസുകളെ സംബന്ധിച്ചും ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിലൊന്നും അനുഭാവപൂർവമായ സമീപനം ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. സമരക്കാർ നിർബന്ധിതമായി അവസാനം ഗത്യന്തരമില്ലാതെ സമരത്തിലേക്ക്, പണിമുടക്കിലേക്ക് പോവുകയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പലതരത്തിൽ ഉള്ള ചർച്ച നടത്തി കഴിഞ്ഞ 5 മാസമായി ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ 2.5 വർഷമായി ജീവനക്കാരുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള സമരം, അവരുടെ പ്രഖ്യാപനം, അവരുടെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും അനുഭാവപൂർവമായ സമീപനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സമരക്കാരോട് പറയുന്നത് അടിയന്തര ചർച്ചയില്ല എന്ന് തന്നെയാണ്. തിങ്കളാഴ്ച വീണ്ടും ആലോചിക്കാമെന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയും വിവിധ തരത്തിലുള്ള ചർച്ച നടന്നിരുന്നു. അതിലൊന്നും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല. കാവ്യ, ഏറ്റവും അവസാനത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാർഗോയുടെ സർവീസ് പൂർണ്ണമായി മുടങ്ങി. അത് ഈ പറയുന്ന പഴവർഗ്ഗങ്ങളൊക്കെ കയറ്റി അയക്കുന്നതാണ്. അവർക്ക് വലിയ നഷ്ടം വരും. അധിക സമയം വിമാനത്താവളത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയുമല്ല. അതുകൊണ്ട് അതിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കാൻ ഈ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമരക്കാർ ഇപ്പോഴും സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാവ്യ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇതിന് പുറത്താണ്, നമ്മൾ രാവിലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പുറത്ത് ഗേറ്റിന് സമീപമാണ് ഈ പ്രതിഷേധക്കാർ പണിമുടക്ക് സമരം തുടരുന്നത്. അവരിപ്പോഴും ആ സമര ഗേറ്റിന് മുന്നിൽ ഇപ്പോഴും അവർ പ്രതിഷേധം തുടരുന്നുണ്ട്. കാവ്യ. ശരി, നൃപൻ ചക്രവർത്തിയാണ് സമഗ്ര വിവരങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുന്നിൽ നിന്ന് നൽകിയത്. ഇന്നലെ രാത്രി 10 മണിക്ക് ആരംഭിച്ച സമരമാണ്. ഇപ്പോൾ അടിയന്തരമായ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ആവശ്യം വിവിധ വിഷയങ്ങളിൽ ഈ സമരക്കാർക്കുണ്ട്. നിലവിൽ രാജ്യാന്തര സർവീസുകൾ 40 മിനിറ്റിലധികം വൈകി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ 20 ടണ്ണോളം ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയക്കേണ്ടിയിരുന്നവ കെട്ടിക്കിടക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.